ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ചെറിയൊരു രാവിലത്തെ വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ വ്ളോഗ് പറഞ്ഞാൽ രാവിലെ മുതൽ ഞാൻ ഷോപ്പിൽ ഓഫീസിൽ പോണ ആ ഒരു സമയം വരെയുള്ള ചെറിയ വ്ളോഗ്. ലെങ്തി വ്ളോഗ് എടുക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി തുടങ്ങിയതാണെങ്കിലും അത് മൂഞ്ചിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ കുറച്ച് പണികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മക്കളെ മാറ്റിക്കണം, എനിക്ക് കുളിക്കണം, അങ്ങനെ എന്തൊക്കെ ഒരു പണികളുണ്ട്. അതിനിടയിൽ നമ്മളെ മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ ഈ മരുന്ന് എന്നുള്ളത് ഇപ്പം മുടങ്ങാതെ കഴിക്കേണ്ട ഒരു സാധനമായതുകൊണ്ട് അത് കഴിക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക. ഫുഡ് മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ തിന്നണമല്ലോ. വീട്ടിലായതുകൊണ്ട് തന്നെ തിന്നാതെ പോകാൻ ഇവിടെ സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് ചായയും കുടിച്ച് ഒരു കപ്പോളം ചായ കുടിക്കും. ഈ ചായ കൂടി നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും വഴി ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഇത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ തലവേദന വരും. അപ്പോൾ തന്നെ അത് ഞാൻ എന്തായാലും കുടിക്കും. പിന്നെ കഴിഞ്ഞാൽ അമ്മണീനും കിങ്ങണീനും പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് മാറ്റിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഇറങ്ങണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പേർക്കും ഒരുമിച്ച് തന്നെ പരിപാടികളൊക്കെ കഴിക്കണം. പിന്നെ ആദ്യം ഓരോ പരിപാടിയാണ് ഞാൻ കഴിച്ചു കൊടുക്കുക. ഓരോ ഡ്രസ്സിലുള്ള മുടി കെട്ടൽ കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ മാറ്റാൻ നിൽക്കുക കേട്ടോ. അത് നേരം വൈകിയാലും അങ്ങനെ സടപടയെന്നാക്കിയാണ്ട് പോകാലോ വെച്ചിട്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ നോക്കും. ഒരു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ നിപ്പേൻ്റെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. ഇപ്പം യൂഷ്വലി നോർമലായിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ പോകണ്ടേ, എന്നും ഒരേ രീതിയിൽ ഇരുന്നാൽ പോരല്ലോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ ഡയറി എഴുതുകയാണ്. തലേന്നത്തെ ഡയറി പിറ്റേന്ന് രാവിലെയാണല്ലോ എഴുതുക. ഈ ഒരു സംഭവം നല്ല കൂളായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം വെച്ചാൽ ഈ തലേന്നത്തെ കാര്യം ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് ഓർമ്മിക്കാനുള്ള ഒരു സമയമാണ്. അത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ച് വയ്ക്കും. അപ്പം അത് കഴിഞ്ഞ് ബാഗിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഒരു തലവേദനേൻ്റെ മരുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. കിങ്ങിണിക്കൊന്ന് യൂണിഫോം അല്ല, ഇന്ന് കളർ ഡ്രസ്സാണ്. അല്ലാന്നല്ല, യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ല, ഒന്ന് അലക്കിയിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കളർ ഡ്രസ്സാണ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചാണ് പോവുക. തിരിച്ച് വരുമ്പോൾ ഒരു സ്കൂൾ ബസ്സിന് വരും. അങ്ങനെയാണ്. അമ്മ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ പിന്നെ അമ്മ വന്ന് കൂട്ടുക ചെയ്യുക. രാവിലെ പിന്നെ ഞാൻ അവർക്ക് സ്ഥലമൊക്കെ ഒന്ന് സെറ്റായിക്കോട്ടെ വെച്ചിട്ട് രാവിലെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പോവാൻ കേട്ടോ ചെയ്യാം. ഓരോ സ്കൂളിലാക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ നേരെ ഓഫീസിലേക്ക് പോകും. ഓഫീസിൽ പോയി പിന്നെ അവിടെ കുറേ നേരം വെറുതെ നിൽക്കണം. കാരണം മുതലാളി വരാൻ കുറച്ച് നേരം വൈകും. അപ്പം മിക്ക ദിവസം ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാഴ്ചകളൊക്കെ കാണും. ദെൻ അത് കഴിഞ്ഞ് വർക്കിന് കയറുന്നു. നമുക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് പഠിക്കുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.